നമസ്കാരം. ശ്രേയസ് മില്ലറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ ഷുഗറും പ്രഷറും ഫാറ്റി ലിവറൊന്നും ഇനിയും കുറഞ്ഞില്ലെങ്കിൽ അവരോട് മാത്രം ചില കാര്യങ്ങൾ പറയുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മില്ലറ്റ് ഞാൻ സാധാരണഗതിയിൽ ഡയബറ്റിസിനും ഫാറ്റി ലിവറിനും കൊളസ്ട്രോളിനും പ്രഷറിനുമൊക്കെ അല്ലെങ്കിൽ ഒബേസിറ്റിക്കൊക്കെ ഈവൻ ഇതിന് അറ്റാക്കിനും സ്ട്രോക്കിനും ക്യാൻസറിനും പോലും വളരെ ഏറ്റവും മികച്ച ഡയറ്ററി സൊല്യൂഷനായിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. സജസ്റ്റ് ചെയ്യാനുള്ള മുഖ്യ കാരണം അതിലെ ഫൈബർ അത്രമാത്രം മികച്ചതായതുകൊണ്ടാണ്. നല്ല റെസ്പോൺസ്, നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. റിസൾട്ട് കിട്ടുമ്പോൾ ചില ആളുകൾ മില്ലറ്റ് ഉപയോഗം നിർത്തും. ചില ആളുകൾ മില്ലറ്റ് അരിയും ചോറും ചപ്പാത്തിയും പോലെ യഥേഷ്ടം ഉപയോഗിക്കും. ചില വീട്ടുകാർ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരാൾക്ക് മാത്രമായിട്ട് മില്ലറ്റ് ഉണ്ടാക്കി കൊടുക്കുവാനുള്ള താല്പര്യക്കുറവ് കൊണ്ടും അസൗകര്യം കൊണ്ടും മില്ലറ്റ് ഉപയോഗം നിർത്തും. ഇങ്ങനെ പല സംഭവങ്ങൾ കാണാറുണ്ട്. എനിഹൗ, മില്ലറ്റ് ഉപയോഗിച്ചു എന്നൊറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ ഷുഗർ കുറയണമെന്നില്ല. എന്നാൽ മില്ലറ്റ് ഉപയോഗിച്ചാൽ കുറയുന്ന കാര്യം യാതൊരു സംശയമൊന്നുമില്ല. പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. ഇന്ന് മില്ലറ്റ് ഉപയോഗത്തോടൊപ്പം തന്നെ ചില പ്രാക്ടിക്കൽ ടിപ്സ് കൂടി പറയുവാനാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഏതാണ്ട് ഒരു 100-ൽ എത്തുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾ ബ്ലഡ് ഷുഗറിന്മേൽ കൺട്രോൾ കൊണ്ടുവന്നു എന്ന് പറയാനാവൂ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100-ൽ എത്തണമെങ്കിൽ വൈകുന്നേരത്തെ ടാബ്ലറ്റോ ഇൻസുലിനോ പരിഹാരമാവില്ല എന്ന കാര്യം ഓർക്കുക. മറിച്ച് അത് ഡയറ്റിലൂടെയും സമയബന്ധിതമായ ആഹാരത്തിലൂടെയും മാത്രമേ കൈവരിക്കാൻ കഴിയൂ. മില്ലറ്റ് ഉപയോഗിക്കുന്ന പല ആളുകൾക്കും മില്ലറ്റ് ഉപയോഗിച്ചു എന്നിട്ട കാരണം കൊണ്ട് ഇത് സാധ്യമാകണമെന്നില്ല. അതിന് നമ്മുടെ ശരീരത്തിലുള്ള സ്റ്റോർഡ് കലോറികൾ ബോഡി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നറിയണം. ഒരാളുടെ ലിവറിൽ ഏതാണ്ട് 18 മണിക്കൂർ ഉപയോഗിക്കാനുള്ള മിനിമം ഗ്ലൂക്കോസ് ലിവറിലുണ്ടോ. അപ്പോൾ 18 മണിക്കൂർ വരെ നമ്മൾ ആഹാരം കഴിക്കാതിരുന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് തീരൂ. നമ്മൾ സാധാരണഗതിയിൽ വൈകിട്ട് ഒരു 8 മണിക്കോ 9 മണിക്കോ ആഹാരം കഴിച്ച് രാവിലെ ഒരു 7 മണിക്കോ 8 മണിക്കോ ചായ കുടിക്കുമ്പോഴത്തേക്കും ഒരു 10-11 മണിക്കൂർ മാത്രമേ പിന്നിടുന്നുണ്ടാവുള്ളൂ. ആ ഒരു സമയത്ത് വീണ്ടും നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ രാവിലെ ആ ചായ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ 200-ഓ 250-ഓ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ബ്ലഡ് ഷുഗറിലെ കൺട്രോൾ ഇന്ന് വരെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാത്രിയിലെ ആഹാരം നേരത്തെ ആക്കുക. രാവിലത്തെ ആഹാരം എപ്പോഴാണോ കഴിക്കുന്നത് അതിനനുസരിച്ച് ബാക്കിലേക്ക് ഒരു 14 മണിക്കൂറെങ്കിലും കിട്ടുന്ന രീതിയിൽ വൈകുന്നേരത്തെ ആഹാരം പ്ലാൻ ചെയ്യുക. അങ്ങനെ ഒരു മാസം പോയി കഴിഞ്ഞാൽ ഒരു മറ്റു മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയും. അതോടൊപ്പം പറ്റുമെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഫാറ്റി ലിവർ കാര്യമായിട്ടില്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ട്രൈഗ്ലിസറിഡ് കൂടുതലില്ലെങ്കിൽ നിങ്ങൾ ഒരല്പം ഫാറ്റ് ബേസ്ഡായിട്ടുള്ള ബട്ടറോ അല്ലെങ്കിൽ എഗ്ഗോ മാംസമോ പോലുള്ള ആഹാരങ്ങൾ കുറച്ച് ദിവസം കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൺസംഷനിൽ കാര്യമായ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. അത് രണ്ട് രീതി ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾക്ക് ഫാറ്റ് ഒഴിവാക്കിയിട്ട് കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫാറ്റ് മാത്രം കഴിക്കാൻ പറ്റും. എനിഹൗ, വൈകുന്നേരത്തെ ഫുഡ് നേരത്തെ ആക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. രാവിലത്തെ ഫുഡ് കുറച്ച് വൈകിട്ടാക്കുക, അല്ലെങ്കിൽ കുറച്ച് വൈകി കഴിക്കുക എന്നുള്ളതും
പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്നുള്ളത്, ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഞാൻ പറഞ്ഞത് മോർണിംഗ് ഗ്ലൂക്കോസ് ഒരു 100-ൽ എത്തുന്ന വരെയുള്ള ട്രാൻസിഷൻ പീരീഡിൽ നിങ്ങൾ 100% നിങ്ങളുടെ ഉത്തരവാദിത്തം കാണിക്കുക. ഷുഗർ, ബേക്കറി ഫുഡുകൾ, കോളകൾ, ജ്യൂസുകൾ പോലുള്ള സാധനങ്ങൾ പൂർണ്ണ ഒഴിവാക്കുക. വെളുത്ത അരി ഒഴിവാക്കുക. 1-2 നേരമായി, അല്ലെങ്കിൽ മാക്സിമം 3 നേരം കഴിച്ചാൽ പോലും ഒരു 8 മണിക്കൂർ ഗ്യാപ്പിനുള്ളിൽ നിങ്ങൾക്ക് ആഹാരം കഴിക്കുക. ആഹാരം കഴിക്കുന്ന സമയത്ത് മധുരാഹാരങ്ങളും പരമാവധി ഒഴിവാക്കുക. ഈ ഒരു ലെവൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100-ലേക്ക് എത്തിക്കാൻ പറ്റും. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100-ലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 1-ാം ഘട്ടം വിജയിച്ചു. ദെൻ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് പിന്നീട് പോസിറ്റീവ് മില്ലറ്റ്സുകൾ, ചാമ, തിന പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്ററി ഹാബിറ്റിൽ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. അതിനേക്കാൾ മികച്ച ഒരു സംഭവമില്ല. അപ്പോൾ റോ വെജുകൾ, മില്ലറ്റുകൾ, ഫാറ്റ്, ഇതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറച്ചുകൊണ്ടുവരാനുള്ള കാരണം സഹായിക്കുന്നവ. ഇവ കഴിക്കാതെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കൊണ്ട് മാത്രമേ ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ കുറയ്ക്കാൻ പറ്റിയാൽ നിങ്ങൾ ഇൻസുലിൻ ഉപയോഗിച്ചിട്ട് ബ്ലഡ് ഷുഗർ ഒരു കാരണവശാലും അന്നേരത്തേക്ക് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുമെന്നല്ലാതെ ഇൻസുലിൻ വിട്ട് കഴിഞ്ഞാൽ ഈ കൺവേർട്ട് ചെയ്യപ്പെട്ട ഫാറ്റ് എഗെയിൻ വീണ്ടും ഗ്ലൈക്കോജനും ഗ്ലൂക്കോസും ഒക്കെ മാറുന്നുണ്ടാവും. അതുകൊണ്ട് അതല്ല പരിഹാരം. ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം. സി യു.